യൂട്യൂബിൽ ആദ്യമായിട്ട് ഇടുന്ന ഒരു പ്രോപ്പർ യൂട്യൂബ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു ലോങ് ഫോം വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇന്ന് ഐം ഗോണ ടോക്ക് അബൌട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ആസ്ക് മീ ലൈക്ക് ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പൊക്കെ എന്തിനാ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്, ശരിക്കും എന്താണ് ജോലി, ലൈക്ക് വാട്ട് ഡിഡ് യു സ്റ്റഡി, പഠിക്കുവാണോ, പഠിത്തം കഴിഞ്ഞോ, പഠിത്തമൊന്നും ഇല്ലേ, ഇങ്ങനെ ലൈക്ക് ഐ ഗെറ്റ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ഐ തോട്ട് ഐ വിൽ ബി ആൻസറിങ് ദോസ് ടുഡേ. സോ ഏറ്റവും കൂടുതൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഡിഡ് ഐ സ്റ്റഡി. അല്ലെങ്കിൽ സം പീപ്പിൾ ഓൾസോ തിങ്ക് കണ്ടക്ടിങ് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ഓർ ദീസ് കൈൻഡ് ഓഫ് ഗ്രൂപ്പ് ട്രിപ്സ് ഈസ് എൻ ഈസി വേ ടു മേക്ക് മണി. ഭയങ്കര എളുപ്പത്തിൽ കാശ് ഉണ്ടാക്കാനുള്ളൊരു ഷോർട്ട് കട്ടാണ്, അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഉള്ളൊരു കൺസെപ്റ്റ് വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. സോ ഐ തോട്ട് ഐ ക്ലിയർ ഓൾ ഓഫ് ദിസ്. സോ ഞാൻ എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡിഡ് മൈ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അത് ഞാൻ ക്യുസാറ്റിൻ്റെ കാറ്റ് എൻട്രൻസ് എക്സാം എഴുതി ക്രാക്ക് ചെയ്തിട്ടാണ് വിത്ത് സ്കോളർഷിപ്പാണ് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേസിക്കലി മൈ ഡാഡ് ഇസ് എ സ്ട്രക്ചറൽ സൂപ്പർവൈസർ. ഞാൻ കുഞ്ഞിലേ തൊട്ട് എനിക്ക് ബിസിനസ് ചെയ്യണം, എൻ്റർപ്രനൂർ ആവണം, ഒരു ബിസിനസ് പേഴ്സൺ ആവണം എന്ന് താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു എവർ സിൻസ് ഐ വാസ് എ ടീനേജർ. സോ ഞാനിങ്ങനെ കോളേജൊക്കെ ഗ്രാജുവേറ്റ് ചെയ്യാൻ നേരത്ത് ഐ യൂസ് ടു ബി സ്കൂൾ ടോപ്പർ, ലൈക്ക് 10th ഫുൾ എ പ്ലസ്, +1 ഫുൾ എ പ്ലസ്, +2 95% മാർക്ക്. അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് എവരി വൺ എക്സ്പെക്റ്റ് നമ്മൾ നീറ്റ് എഴുതണം, ഡോക്ടർ ആവണം, അങ്ങനത്തെ ഒരു രീതി. പിന്നെ എൻ്റെ ഫാമിലിയിൽ ഒട്ടുമിക്ക ആൾക്കാരും മെഡിക്കൽ ഫീൽഡാണ്. ഒരു ചേച്ചി ഹോമിയോ ഡോക്ടർ, ചേച്ചിയുടെ ഹസ്ബൻഡ് ആയുർവേദ ഡോക്ടർ, ഒരാൾ ഫിസിയോതെറാപ്പിസ്റ്റ്, പിന്നെ കസിൻ ബ്രദർ MBBS. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരു മെഡിക്കൽ ഫീൽഡിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ ലൈക്ക് ആ ഒരു രീതിയാണ്ട് എക്സ്പെക്റ്റഡ് ദ സെയിം ഫ്രം മീ. സ്പെഷ്യലി കുടുംബത്തിൽ ഏറ്റവും നല്ലപോലെ പഠിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ അവർ കണ്ണും പൂട്ടിയിട്ട് ഓക്കെ അഞ്ജുവിനെ നീറ്റിന് വിട്, അവൾ എൻട്രൻസ് എഴുതി ക്രാക്ക് ചെയ്തിട്ട് MBBS എടുക്കട്ടെ, അങ്ങനത്തെ രീതി. അപ്പോൾ ഞാൻ നീറ്റ് എഴുതി സിൻസ് എവരി വൺ ടോൾഡ് മീ. അത് ഞാൻ വലുതായിട്ട് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടോ ഞാൻ ഒരു എൻട്രൻസും കോച്ചിങ് പോയിട്ട് അങ്ങനെയൊന്നും എഴുതിയല്ല, വെറുതെ പോയിട്ട് എഴുതിയത്. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ എനിക്ക് +2 കഴിഞ്ഞ് കാനഡയിൽ പോകണം, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ UBC എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഞാൻ നോക്കി വെച്ചിരുന്നത്. അവിടെ പോയിട്ട് either ഐ നീഡ് ടു ഡു ആർക്കിടെക്ചർ അല്ലെങ്കിൽ സിവിലിൻ്റെ ബാച്ചിലേഴ്സ് കോഴ്സ് ചെയ്യണമെന്നായിരുന്നു പ്ലാൻ, എഞ്ചിനീയറിങ്. പക്ഷേ ഞാൻ എൻട്രൻസ് എഴുതിയപ്പം 5 എൻട്രൻസ് എഴുതി 5 ഞാൻ ക്രാക്ക് ചെയ്ത്. JEE മെയിൻ, നാറ്റ, നീറ്റ്, കീം, ക്യുസാറ്റിൻ്റെ കാറ്റ് എൻട്രൻസ്. സോ ഇത് ഇത്രയും ക്രാക്ക് ആയപ്പം പിന്നെ ഞാൻ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന സ്റ്റഡി അബ്രോഡ് ഏജൻസിനെ എനിക്ക് ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഐ ഡിസൈഡഡ് ഓക്കെ, അങ്ങനെ എനിക്ക് കണ്ണിക്കണ്ട ഒരു റെപ്യൂട്ടേഷനൊന്നും ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയിലോ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിലോ പോയിട്ട് ഒരു ഡിഗ്രി എടുത്ത് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചതും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതും. സോ ഐ തോട്ട് ഓക്കെ ശരി, എൻട്രൻസ് കിട്ടിയില്ല, ഞാൻ നാട്ടിൽ ബാച്ചിലേഴ്സ് ചെയ്തിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ അബ്രോഡാവും. അങ്ങനെ ഐ ഡിഡ് മൈ ബാച്ചിലേഴ്സ് ഇൻ BTech സിവിൽ എഞ്ചിനീയറിംഗ് ക്യുസാറ്റിന്ന്. അതിൻ്റെ കൂടെ തന്നെ സിൻസ് ഐ വാസ് 18 years ഓൾഡ്, എൻ്റെ ഫസ്റ്റ് ഇയർ ഓഫ് BTech തൊട്ട് തന്നെ ഐ വാസ് വർക്കിംഗ്. സോ പഠിച്ചിറങ്ങിയപ്പോൾ എനിക്ക് 4 വർഷം എക്സ്പീരിയൻസ് ആയി. പിന്നെ എൻ്റെ ഫസ്റ്റ് ജോബ് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊച്ചിയിൽ സെൻട്രൽ മാനേജറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ദുബായിലേക്ക് മൂവ് ചെയ്തു. അവിടെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ഒരു 2.5 ഇയറോളം വർക്ക് ചെയ്തു. അപ്പം അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നു. ദുബായിലേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു, നാട്ടിൽ നിൽക്കാനുള്ള പ്ലാൻസൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ബിസിനസ് പ്ലാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കൊരു ടാർഗറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എനിക്കൊരു 30 years ആകുമ്പോൾ ഐ നീഡ് ടു അച്ചീവ് എ ലെവൽ ഓഫ് ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ടൈം ഫ്രീഡം. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലുപരി ഒരു ടൈം ഫ്രീഡം എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ അവിടെ വരുന്നുണ്ട്. കാരണം അറ്റ് എ യങ് ഏജ് ഐ വാസ് വർക്കിംഗ് ഇൻ എ ഗുഡ് പൊസിഷൻ ഇൻ ദുബായ്. അപ്പോൾ ഐ വാസ് ഏർണിംഗ് വെൽ. എനിക്ക് നല്ല നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാരണം ഈ ചെറിയ ഏജിൽ തന്നെ ഞാനൊരു 7.5 years ഓഫ് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തെടുത്തു. എൻ്റെ പോർട്ട്ഫോളിയോ ഈസ് ഓൾസോ ഗുഡ്. അപ്പോൾ എനിക്ക് ഐ ക്യാൻ ഈസിലി ഗെറ്റ് ഹൈ പേയിങ് ജോബ്സ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ജോബ് ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ സ്റ്റക്കാവുന്നതിലുപരി എനിക്ക് സ്വന്തമായിട്ടൊരു സംഭവം ബിൽഡ് ചെയ്യണം, എനിക്കൊരു ഫ്ലെക്സിബിലിറ്റി വേണം എന്നൊരു തോന്നി. അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ വന്നപ്പം ഐ സ്റ്റേഡ് ബാക്ക്. ഐ ഡിസൈഡഡ് എനിക്കുള്ളൊരു ഐഡിയാസും വിഷനും വെച്ചിട്ട് ഐ വിൽ ബിൽഡ് സംതിങ് ഓൺ മൈ ഓൺ. കാരണം ഞാൻ ദുബായിൽ വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. പപ്പ നാട്ടിലുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം പക്ഷേ എനിക്കൊരു വിഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങോട്ടേക്ക് അവരത് ചെയ്തു വരുമ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് അല്ല എനിക്ക് കിട്ടുന്നത്. ഞാൻ അത് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു.
ബിക്കോസ് നമുക്കൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി ബിൽഡ് ചെയ്യുമ്പോൾ ആസ് എ ഫൗണ്ടർ യു ഹാവ് എ വിഷൻ. നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ഇത് എവിടെ എത്തി നിൽക്കണം, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഹൗ യു നീഡ് ദിസ് ടു ബി പ്രൊജക്റ്റഡ്, ആൾക്കാർക്ക് എന്ത് ഇമ്പ്രഷനാണ് കിട്ടേണ്ടത്. നമ്മളുടെ ആ ഒരു വിഷൻ ആയിരിക്കത്തില്ല നമ്മളൊരാളെ കൊണ്ട് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്നത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും, രാവും പകലും പോലെ വ്യത്യാസം ഉണ്ടാവും. സോ അതോടെ ഓക്കെ ഞാൻ നാട്ടിൽ നിന്നിട്ട് സെറ്റാക്കാം. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ നിന്നതും. പിന്നെ കണ്ടൻറ് ക്രിയേഷൻ ഞാൻ ദുബായിൽ നിന്ന് ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ക്ലോസ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഓക്കെ എടാ നീ ഓൾറെഡി ട്രാവൽ ചെയ്യുന്നുണ്ട്, സോ സ്റ്റാർട്ട് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു. ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ആൾക്കാർക്ക് കണ്ടൻറ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. കാരണം നേപ്പാൾ ട്രിപ്പിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് ലോട്ട് ഓഫ് പീപ്പിൾ ടെക്സ്റ്റ് മീ ബഡ്ജറ്റ് എത്രയായി, എങ്ങനെ പോയി, ABC എങ്ങനെ കയറാം, പെർമിറ്റ് എങ്ങനെ എടുക്കാം. അപ്പോൾ അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. സോ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ട്രക്കിങ് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് വീഡിയോ ഇടുമ്പോൾ പീപ്പിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് മീ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ കൊള്ളാം, ട്രക്കിങ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കൊള്ളാം, ട്രക്കിങ് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് മടിയാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകുമ്പം നമ്മളെയും കൂടി കൊണ്ടുപോകൂ. അങ്ങനെ ചോദിച്ചതിൻ്റെ റിസൾട്ടായിട്ടാണ് എനിക്ക് ഒരാളെ 2 പേരെ അങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ട് പരിമിതിയുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഐ തോട്ട് ഓക്കെ ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഫസ്റ്റ് ഒരു 10 ആൾക്കാരുടെ ഗ്രൂപ്പ് കൊണ്ടുപോയി. അവർ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല സക്സസ്ഫുൾ ആയിട്ട് ആ ട്രക്കിങ്ങും ക്യാമ്പെല്ലാം നടന്നു. ഐ വാസ് ഓൾസോ വെരി ഹാപ്പി ടു മീറ്റ് സച്ച് ഗുഡ് പീപ്പിൾ. അപ്പോൾ കുറച്ച് ആൾക്കാർ പിന്നീട് മെസ്സേജ് അയച്ച് നെക്സ്റ്റ് ക്യാമ്പ് എപ്പോഴാണ് നമ്മൾക്കും വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിപ്പോൾ കണ്ടിന്യൂ ആയി. ഇപ്പം നമ്മൾ ഈ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് പീപ്പിൾ കീപ്പ് ആസ്കിങ് മീ ഞാൻ ദുബായിലാണ്, UK ഈ കൺട്രിയിലാണ്, ജർമ്മനിയിലാണ്, ഞാൻ നാട്ടിൽ വരുന്നത്, ആ സമയത്ത് ഏതെങ്കിലും ക്യാമ്പുണ്ട്, എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ആദ്യത്തെ ക്യാമ്പിന് വന്നവർ തന്നെ പിന്നെയും റിപ്പീറ്റായിട്ട് ക്യാമ്പ്സിന് വന്നുകൊണ്ടേയിരിക്കുന്നു. സോ അത് എനിക്ക് തോന്നി ഐ ഷുഡ് കീപ് ഗോയിങ് എന്ന്. സോ ട്രക്ക് വിത്ത് ആൻജി ഇപ്പോൾ നമ്മൾ ട്രക്കിംഗ് ക്യാമ്പ്സൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നീട് ആസ് എ മെൻഷൻ ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ അത് എടുത്തതും സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ്. സോ ഞാനിപ്പോൾ കറൻ്റ്ലി എൻ്റേതായിട്ടുള്ളൊരു കമ്പനി സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്ലസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെയും ബിസിനസ് പ്ലാൻസ് ഉണ്ട്. മോർ ഇൻ എൻ്റർപ്രണർഷിപ്പ്, കണ്ടൻറ് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സൈഡിൽ കൂടി ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ ഞാനൊരു മാർക്കറ്റിംഗ് മാനേജറും സെയിൽസ് മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ ആൻഡ് ഐ നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് മാർക്കറ്റിംഗ് ആൻഡ് എവറിത്തിങ്. സോ സിൻസ് ഐ എം ഇൻ ടു ബിസിനസ് ഐ തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ് മീ. ആൾക്കാർക്ക് കുറച്ചുകൂടെ എന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. കുറേ ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവും. മനസ്സിലായോ? സോ ഐ തിങ്ക് ഇൻ എ വേ ഇറ്റ് വിൽ ഹെൽപ്പ് മീ ഔട്ട്. സോ അപ്പം ബാക്കിയുള്ള ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി അതെല്ലാം സൂൺ തന്നെ ലോഞ്ച് ആവും. അപ്പം ഐ വിൽ ബി അനൗൺസിങ് ഇറ്റ് ഓൺ ദ പേജ് ആൻഡ് ഓൾ. സോ യാ ദാറ്റ്സ് ഇൻ ബ്രീഫ് അബൌട്ട് മീ. പിന്നെ ഞാൻ കോളേജിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് HR ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലാണ് 4 ഇയർ വർക്ക് ചെയ്തത്. SEO, മാർക്കറ്റ് റിസർച്ച്, കണ്ടൻറ് ക്രിയേഷൻ, കണ്ടൻറ് റൈറ്റിംഗ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്തു. സെയിൽസ് ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിംഗ് അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ജനറൽ മാനേജർ, ഓപ്പറേഷൻസ് മാനേജർ, അങ്ങനത്തെ എല്ലാ പൊസിഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനൊരു മൾട്ടിപ്പിൾ റോൾസ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഐ അണ്ടർസ്റ്റുഡ് ഒരു കമ്പനി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്. സോ ഇറ്റ് ഗിവ് മീ ആൻ ഐഡിയ അബൌട്ട് ഞാൻ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങുന്ന സമയത്ത് ഏതൊക്കെ ഏരിയാസ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം. ആക്ച്വലി ഞാൻ ഈ വർക്ക് എല്ലാം ചെയ്തത് ഇങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടും എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐ ഷുഡ് ഹാവ് ആൻ ഐഡിയ അബൌട്ട് എവറിത്തിങ്. അതിന് വേണ്ടിയിട്ടാണ്. അത് ഓഫ് കോഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തു. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അതെൻ്റെ വൺ ഓഫ് മൈ കീ സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്യാവശ്യം ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ അറിയാം. ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻഡീഡ് അല്ലെങ്കിൽ അങ്ങനത്തെ റിക്രൂട്ടിംഗ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ അറിയാം. ഞാൻ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഐ നോ ഹൗ ടു ഇൻ്റർവ്യൂ പീപ്പിൾ. ഓഫർ ലെറ്റേഴ്സ് അയക്കാൻ അറിയാം, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ചെയ്യാൻ അറിയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം, ഗൂഗിൾ ആഡ്സും നെറ്റ് ആഡ്സും ഇതെല്ലാം റൺ ചെയ്യാൻ അറിയാം, ഒരു ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാം, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനറിയാം. സോ ഐ നോ ഓൾമോസ്റ്റ് എവറിത്തിങ്. ഒരു കമ്പനി റൺ ചെയ്യാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. സോ വിച്ച് ഐ തിങ്ക് വിൽ ഹെൽപ്പ് മീ ഇൻ ദ ഫ്യൂച്ചർ. സോ ഇതൊക്കെയാണ് എന്നെ പറ്റിയിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ ആൻഡ് മൈ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഹാസ് ഈ ഒരു വീഡിയോ ത്രൂ കുറേയൊക്കെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന്
പിന്നെ ബാക്കി ഞാനിപ്പോൾ കറൻറ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്സും പിന്നെ അതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ അപ്കമിങ് വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. യാ, സോ നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സേ താങ്ക് യു സോ മച്ച്. എനിക്കറിയത്തില്ല ഈ വീഡിയോ ഞാൻ എത്രത്തോളം എങ്ങനെയാണ് നന്നായിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ നിങ്ങൾക്കുള്ള ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ അപ്കമിങ് വീഡിയോസിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ അങ്ങനെ കണ്ടൻറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. ദിസ് ഈസ് വൺ ഓഫ് ദി ഹാർഡസ്റ്റ് തിങ് ഐ വുഡ് ഹാവ് ഡൺ ഐ തിങ്ക്. അപ്പം ലെറ്റ് മീ നോ, നിങ്ങളുടെ ഫീഡ്ബാക്സ് തന്നെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ബെറ്റർ ആക്കി കൊണ്ടുവരും. അപ്പോൾ ശരി, ബൈ. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ എന്താണ് അറിയേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ I'm ready to share or talk about that. Okay? Bye bye.